വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു റഷ്യയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മലയാളികളെ കടത്തിയ സംഭവം. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് മലയാളികളുടെ വീട്ടിലാണ്. അന്ന് ഏറ്റവും കൂടുതൽ സഹായമായത് നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന, ഇന്ന് നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന നമ്മുടെ വി മുരളീധരൻ തന്നെയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട് എംബസിയുമായി സംസാരിച്ച് അവരെ നാട്ടിലെത്തിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് അവരുടെ വീടിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ആളുകളാണ് നമ്മുടെ ഈ തീരദേശത്തുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട്, വളരെ ബുദ്ധിമുട്ടി, അദ്ദേഹത്തിന്റെ സ്വയപ്രയത്നത്താലാണ് അവർ ഇന്ന് ഈ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിന്നിരുന്നത് എന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇനിയിപ്പോൾ എന്നും നമ്മുടെ കൂടെ, നമ്മുടെ ഒരു കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി നമുക്കൊരു നല്ലൊരു കേന്ദ്രമന്ത്രിയെ നമ്മുടെ ആറ്റിങ്ങലിന് വേണ്ടി കിട്ടുകയാണെന്ന് പറയുമ്പോൾ അത് ആറ്റിങ്ങലിലുള്ള എല്ലാ ജനങ്ങൾക്കും, എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നാളെ എല്ലാ നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് അവരുടെ കുടുംബത്തെ സന്ദർശിക്കാം. എങ്ങനെയായിരുന്നു ഇവർ അവിടെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം? എങ്ങനെയായിരുന്നു? 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരോടൊന്ന് കൊണ്ടുപോയത്. എന്നുവെച്ചാൽ തുമ്പെ പ്രിയനാണ്, സ്വദേശിയാണ് കൊണ്ടുപോയത് സെക്യൂരിറ്റി ജോലിക്ക് എന്നിട്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഇരുന്ന് 22 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഈ തോക്ക്, മറ്റേ ഗുണ്ടു, ഇതൊക്കെയാണ് കൊടുത്തത്. ഈ കൊണ്ടുപോയി തീർന്നതിന് ശേഷം അവിടെ പോയി അത് കഴിഞ്ഞ് പിള്ളേരെ തന്നെ ഉടനെ കൊണ്ടുപോയത് മകൻ്റെ ഇങ്ങനെ പ്രിൻസ് എന്ന് പറഞ്ഞ മകൻ്റെ വെടിയേറ്റ് ബോംബ് അപകടത്തിൽ നിന്ന് ആയപ്പോഴാണ്. ഈ 5 ആശുപത്രി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇളയ മകന്റെ നമ്പർ വേറൊരു ഉണ്ടായിരുന്നപ്പോഴത്തെ വേറൊരാളുടെ മൊബൈൽ ഹെൽപ്പ് ചെയ്താണ്. വീട്ടിലറിയിച്ച് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത് സെക്യൂരിറ്റി ജോലിയല്ല, യുദ്ധഭൂമിയിലേക്ക് ഞങ്ങളുടെ അപകടത്തിൽ, ഇപ്പൊ ഈ ബോംബ് അപകടത്തിലാണ് ഞാൻ കിടക്കുന്നത്, അതുകൊണ്ട് യുദ്ധഭൂമിയിലാണ് ഞങ്ങൾ കൊണ്ടുപോയത്. ഞങ്ങൾ അറിവില്ലാതെ അവര് എന്നെ ഒപ്പിട്ട് കൊടുക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്തു. മകനല്ല, റഷ്യൻ ഭാഷയാണ്, മക്കൾക്ക് വായിക്കാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് മക്കള് ഒപ്പിട്ട് പോയതാണ്. അതുകൊണ്ട് ഞങ്ങളെ പറ്റി എത്രയും പെട്ടെന്ന് ഞങ്ങളെ നാട്ടിലേക്ക് രക്ഷപ്പെടുത്താനുള്ള വഴി നോക്കണം. ഇനി 2 പേര് യുദ്ധഭൂമിയിൽ കിടക്കുകയാണ്. ഞാനിങ്ങനെ അപകടത്തിലാണ് കിടക്കുന്നത്, പ്രിൻസാണ് പറഞ്ഞത്. അതിന്റെ ശേഷം ഞങ്ങൾ സംഭവം അറിയുന്നത് പറ്റിച്ചു കൊണ്ടുപോയതാണെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ വന്ന മറ്റുള്ള ചാനലുകാരെ അറിയിച്ച്, എല്ലാ മന്ത്രിമാരെ അറിയിച്ച്, നമ്മള് കാണാറുള്ള കണ്ട് എല്ലാം ചെയ്താണ് പ്രിൻസിനെ ഇറക്കാളെ വഴി നോക്കിയത്. എന്നിട്ട് പിന്നെ 2 പിള്ളേർ പിന്നെയും യുദ്ധഭൂമി തന്നെ കിടക്കുന്നു. അവരെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നാട്ടിൽ കൊണ്ട് താഴ്മോട് ഞങ്ങളെ കേൾക്കുന്നു. അവരെ കൊണ്ട് തന്നേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള കണ്ടീഷൻ മോട്ടത്താണ് ഞങ്ങൾ കിടക്കുന്നത്. ഈ സമയത്ത് മുരളീധരൻ ചേട്ടൻ വന്ന് കാണുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മളെ പള്ളിയിൽ രൂപത്തിൽ വന്നിട്ടുണ്ട് സാറ്. അന്ന് ഞങ്ങളുടെ തുറന്ന് കൊണ്ടിറക്കിയൊക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും, പിന്നെ നമ്മൾ ആറ്റിങ്ങ പോയിട്ടുണ്ട്. അവിടെയൊക്കെ അവിടെ മുരളീധരൻ സാറിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇടപെട്ട് നമുക്ക് അവിടുന്ന് റൗണ്ട് പേപ്പർ എന്ന് മകന്റെ എംബസിയായിട്ട് തന്നാണ് നാട്ടിലിടാണ്. അതുകൊണ്ടാണ് പ്രിൻസ് നാട്ടിലേക്ക് വരാൻ പറ്റിയത്. നമ്മുടെ ഇവിടെ നിന്ന് റഷ്യയിലേക്ക് 3 കുട്ടികൾ പോയിട്ടുണ്ട്. 5 തെങ്ങ് തീരദേശ മേഖലകളിൽ. അപ്പൊ അതിലേറ്റവും കൂടുതൽ പ്രയത്നം നടത്തി ഒരു കുട്ടിയെ നാട്ടിലെത്തിച്ചായിരുന്നു. മുരളിച്ചേട്ടനാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. കാരണം മുരളിച്ചേട്ടൻ ഡയറക്റ്റ് എംബസിയോട് ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി 2 പേർക്കുള്ള
ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം മുരളിച്ചേട്ടന് സപ്പോർട്ട് തന്നെയാണ്. അതിൽ 100% വിശ്വാസമാണ്. അതിൽ നീതി പുലർത്തുന്നുണ്ട് ജനങ്ങൾ. ഇത് അഞ്ചുതെങ്ങ് കുരിശിയുടെ അഞ്ചിന് ജംഗ്ഷൻ സമീപമുള്ള കുരിശിയുടെ പുറവശത്തായിട്ട് 3 കുട്ടികൾ ഇവിടുന്ന് റഷ്യയിൽ യുദ്ധഭൂമിയിൽ നമ്മുടെ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി പോവുകയും അതിന്റെ ഫലമായി അവർ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരാളിന് അപകടം പറ്റിയ നിലയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ഇന്ത്യൻ എംബസിയെ മുരളിച്ചേട്ടന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ഇന്ത്യൻ എംബസി വഴി കുട്ടിയെ നാട്ടിലെത്തിക്കുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി 2 പേർക്ക് വേണ്ടിയുള്ള 2 പേരെ നാട്ടിലെത്തിക്കുവാൻ വേണ്ടി ഇന്ത്യൻ എംബസിയിൽ മുരളിച്ചേട്ടന് നിരന്തര പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തുകയും നാട്ടിലെത്തിക്കുകയും ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ട എല്ലാ നടപടികളും മുരളീധരൻ ചേട്ടൻ നടത്തുന്നതായിട്ട് ആണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒത്തിരിയധികം ആൾക്കാർ BJP മുരളീധരൻ സാറിന് അനുകൂല മനോഭാവമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് വോട്ടുകളായി തന്നെ മാറുമെന്നാണ് പ്രതീക്ഷ. ഇപ്പൊ നമ്മള് റഷ്യയിൽ കുടുങ്ങി കിടന്നിരുന്ന മലയാളിയായ പ്രിൻസ് സെബാസ്റ്റ്യന്റെ വീട് സന്ദർശിച്ചു. അമ്മയായിരുന്നു നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മകൻ വന്നതിന്റെ സന്തോഷം ഉണ്ടെങ്കിൽ പോലും സഹോദരങ്ങൾ ഇനിയും കുടുങ്ങി കിടക്കുന്നതിനാൽ തന്നെ വളരെയേറെ വിഷമത്തിലാണ് അവർക്കുള്ളത്. എന്നാൽ ഇപ്പോൾ ഏകദേശം ഡൽഹിയിൽ നിന്നും പേപ്പറുകളെല്ലാം ശരിയായി അവരെ ഉടനെ തന്നെ എത്തിക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. മുരളീധരൻ സാർ തന്നെ വളരെ പെട്ടെന്ന് എത്തിക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ പ്രിൻസ് വന്നതിന്റെ ഒരു സന്തോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ യുദ്ധകളത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും മുക്തനാവാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആ ഒരു വേദനയിലും സന്തോഷത്തിലും തന്നെയാണ് അവർ ഇപ്പോൾ.